ഇപ്പോൾ രമേശ് ചെന്നിത്തല കൂടുതൽ ആക്റ്റീവായി രംഗത്ത് വരുന്നത് നമുക്ക് കാണാം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ടാണ് തുടരെ പ്രസ്താവനകൾ അദ്ദേഹം നടത്തുന്നത്. ഇപ്പോൾ KCB കാർബോറാണ്ടമായാലും എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം കൃത്യമായി ഇടപെട്ട് വരികയാണ്. അപ്പോൾ ചെന്നിത്തലയുടെ 2026 ആയിരിക്കുമോ എന്നതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം ഇനി നമ്മുടെ മുന്നിലുള്ളത്. അതോ VD സതീശൻ്റെ 2026 ആണോ? അതോ ഈ 2 പ്ലെയേഴ്സിനെയും വെട്ടി KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമോ? അങ്ങനെയുള്ള 3 ചോയ്സസ് ആണ് മുന്നിലുള്ളത്. അതിൽ ആദ്യത്തെ 2 ചോയ്സിൽ ചെന്നിത്തല വേഴ്സസ് VD സതീശൻ, അതിൽ എന്തായാലും ഇപ്പോൾ ഈ താക്കോൽ സ്ഥാന പരാമർശത്തിൽ തെറ്റിപ്പിരിഞ്ഞ സുകുമാരൻ നായരും രമേശ് ചെന്നിത്തലയും അടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല കോൺഗ്രസിൽ കൂടുതൽ പവർഫുൾ ആവുകയാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കീ പ്ലെയറായി രമേശ് ചെന്നിത്തല മാറുകയാണ്. ഇനി ഇവരുടെ പ്രായം കൂടി നോക്കാം. KC വേണുഗോപാലിന് 61 വയസ്സ്, VD സതീശൻ 60 വയസ്സ്, രമേശ് ചെന്നിത്തലയ്ക്ക് 68 വയസ്സ്. ഈ 3 നേതാക്കൾക്ക് മുസ്ലിം ലീഗുമായുള്ള ബന്ധം അതും പ്രധാനപ്പെട്ടതാണ്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ലീഗായിരിക്കും ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കറായി മാറാൻ പോകുന്നത്. UDFിനുള്ളിൽ ലീഗ് പറയുന്ന, അതുപോലെ തന്നെ മറ്റ് മുസ്ലിം സംഘടനകൾ താല്പര്യപ്പെടുന്ന എല്ലാവരും ചേർന്ന് UDFിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. മുസ്ലിം സംഘടനകളെല്ലാം ഇപ്പുറത്തേക്ക് CPIMലേക്ക് പോകുമെന്ന് കരുതാൻ കഴിയില്ല. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താൻ CPIMന് അല്ലെങ്കിൽ LDFിന് കഴിയണം. അത് നിലവിലത്തെ സാഹചര്യത്തിൽ എന്തായാലും UDFിന് അനുകൂലമായ രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു താല്പര്യം ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമാണ്, രമേശ് ചെന്നിത്തലയാണ്. ലീഗിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റൊരു നേതാവ് KC വേണുഗോപാൽ ആയാൽ പോലും.